ഹായ്, ഇസ് മീ പ്രിൻസ്. എല്ലാവർക്കും ബ്ലാക്ക് ടോളിയുടെ ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എന്നുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. എനിത്തിങ് അപ്പം ഫസ്റ്റ് ഗോ ഓൺ ഓൾവേസ് പോസിറ്റീവായി. അപ്പം നമ്മളിന്ന് നോക്കുന്നത് മുംബൈ സ്പെഷ്യാലിറ്റീസ്, മുംബൈയുടെ പ്രത്യേകതകൾ. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മളിന്ന് നോക്കുന്നത്. മുംബൈ ഇന്ത്യൻ സംസ്ഥാനമായ മഹാരാഷ്ട്രയുടെ തലസ്ഥാനവും അതോടൊപ്പം ഇന്ത്യയുടെ സാമ്പത്തിക തലസ്ഥാനമാണ് മുംബൈ എന്നത്, ഫിനാൻഷ്യൽ ക്യാപിറ്റൽ. അതോടൊപ്പം ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള നഗരവും ഇന്ത്യയിലെ ഏറ്റവും വലിയ നഗരവും ലോകത്ത് ജനസംഖ്യയുടെ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള 6ാമത്തെ നഗരവുമാണ്. ദക്ഷിണേഷ്യയിലെ ഏറ്റവും വലിയ നഗരവും ആണ് മുംബൈ എന്നത്. അങ്ങനെ നിരവധി പ്രത്യേകതകളുണ്ട്. പ്രകൃതിദത്ത തുറമുഖമുള്ളൊരു നഗരമാണ് മുംബൈ എന്നത്. അതും മറ്റൊരു പ്രത്യേകതയാണ്. 7 ദ്വീപുകളുടെ നഗരം എന്നും അറിയപ്പെടുന്നു. ഇന്ത്യയുടെ പടിഞ്ഞാറേ തീരത്ത്, കൊങ്കൺ തീരത്താണ് ഈ നഗരം സ്ഥിതി ചെയ്യുന്നത്. അറബിക്കടലിൻ്റെ തീരത്താണ്. അങ്ങനെ നിരവധി പ്രത്യേകതകളുള്ള ഒരു ആൽഫ ലോക നഗരമാണ് മുംബൈ എന്നത്. ആൽഫ ലോക നഗരമാണ് മുംബൈ. അതായത് ഏഷ്യയിലെ ഏറ്റവും കൂടുതൽ ശതകോടീശ്വരന്മാർ താമസിക്കുന്ന നഗരവും മുംബൈയാണ്. അതും മറ്റൊരു പ്രത്യേകതയാണ്. ദക്ഷിണേഷ്യയിലെ ഏറ്റവും വലിയ നഗരമാണ്, ഇന്ത്യയിലെ ഏറ്റവും വലിയ നഗരമാണ്. അതും മറ്റൊരു പ്രത്യേകത. ഇവിടുത്തെ പോപ്പുലേഷൻ എന്ന് പറയുന്നത് 2.3 കോടിയാണ്. ഇവിടുത്തെ പോപ്പുലേഷൻ എന്ന് പറയുന്നത്. ടോട്ടൽ ഏരിയ എന്ന് പറയുന്നത് മെഗാ സിറ്റി 603 കിലോമീറ്റർ സ്ക്വയറാണ് മെഗാ സിറ്റി എന്നത്. അതായത് മെട്രോപൊളിറ്റൻ ഏരിയ എന്നത് 6328 കിലോമീറ്റർ സ്ക്വയറാണ് ഇതിൻ്റെ മെട്രോപൊളിറ്റൻ ഏരിയ വരുന്നത്. അങ്ങനെ നിരവധി പ്രത്യേകതകളുള്ള ഒരു നഗരമാണ് മുംബൈ എന്നത്. അപ്പോൾ മുംബൈയുടെ ചരിത്രം ആരംഭിക്കുന്നത് പണ്ട് ശിലായുഗത്തിൽ തന്നെ ഇവിടെ മനുഷ്യവാസമുള്ളതായിട്ട് കണ്ടെത്തിയിട്ടുണ്ട്. പിന്നീട് BC 3-ാം നൂറ്റാണ്ടിൽ മൗര്യ സാമ്രാജ്യത്തിൻ്റെ കീഴിലാവുന്നു. പിന്നീട് AD 13-ാം നൂറ്റാണ്ടിൽ ഭീംദേവ് രാജാവ് കൈയടക്കുന്നു. പിന്നീട് 1500-കളായപ്പോഴേക്കും മുഗൾ ചക്രവർത്തിമാർ കൈയടക്കിയാണ്. പിന്നീട് 1500-കൾ അവസാനമായപ്പോഴേക്കും പോർച്ചുഗീസുകാർ കൈയടക്കുന്നു. പിന്നീട് 1661 ബ്രിട്ടീഷുകാർ കൈയടക്കുകയാണ്. പിന്നീട് ബ്രിട്ടീഷുകാർ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ആസ്ഥാനം സൂറത്തിൽ നിന്നും മുംബൈയിലേക്ക് മാറ്റുകയാണ് 1661 ശേഷം ബ്രിട്ടീഷുകാരുടെ കൈകളിൽ. പിന്നീട് 1869 സൂയസ് കനാൽ തുറന്നതോടുകൂടി മുംബൈ അറബിക്കടലിലെ ഏറ്റവും വലിയ തുറമുഖമായിട്ട് മാറുകയാണ്. അത് പിന്നീട് മുംബൈയുടെ വാണിജ്യ വളർച്ചയ്ക്ക് വളരെ ഹെൽപ്ഫുള്ളായി എന്ന് പറയാം. പണ്ട് കാലത്ത് ഇത് ബോംബെ എന്ന പേരിലായിരുന്നു അറിയപ്പെട്ടിരുന്നത്. പിന്നീട് 1900-കളൊക്കെ ആയപ്പോഴേക്കും നഗരം വളരെ ഫാസ്റ്റായിട്ട് ഗ്രോത്താവുന്നു. പിന്നീട് 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നു. 1950 ബോംബെ സംസ്ഥാനം രൂപീകരിച്ചപ്പോൾ ബോംബെ സംസ്ഥാന തലസ്ഥാനമായി. പിന്നീട് 1960 ബോംബെ സംസ്ഥാനത്തിൻ്റെ പേര് മാറ്റി മഹാരാഷ്ട്ര എന്നാക്കുന്നു. പിന്നീട് ബോംബെയുടെ പേര് മാറ്റി മുംബൈ എന്നാക്കിയാണ്. ഈ മുംബൈ എന്ന പേര് വരുവാനായിട്ടുള്ള കാരണം പണ്ട് കാലത്ത് ഇവർ ഗോളി സമുദായത്തിൻ്റെ കീഴിലായിരുന്നു ബോംബെ. അപ്പോൾ അവരുടെ ഒരു ദേവിയുടെ പേരാണ് ഈ മുംബൈ എന്നത്. അങ്ങനെയാണ് ഈ നഗരത്തിന് മുംബൈ എന്ന പേര് വരുവാനായിട്ടുള്ള കാരണമെന്ന് പറയുന്നത്. ചരിത്രം നോക്കുമ്പോൾ അങ്ങനെ നിരവധി ചരിത്രങ്ങളുള്ളതും നിരവധി പ്രത്യേകതകളുള്ളതുമായ 7 ദ്വീപുകളുടെ നഗരമാണ് മുംബൈ എന്നത്. ആ 7 ദ്വീപുകളാണ് പിന്നീട് വളർന്ന് ഇത്ര വലിയ നഗരമായിട്ട് ഒരു മത്സ്യബന്ധന ഗ്രാമമായി തുടങ്ങി ഇന്ന് ലോകത്തിലെ തന്നെ വളരെ പ്രധാനപ്പെട്ട നഗരങ്ങളിലൊന്നും, ഇന്ത്യയുടെ വാണിജ്യ തലസ്ഥാനവും ഇന്ത്യയിലെ ഏറ്റവും വലിയ നഗരവും ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള നഗരവും ലോകത്തിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള 6ാമത്തെ നഗരവും ദക്ഷിണേഷ്യയിലെ ഏറ്റവും വലിയ നഗരവും ദക്ഷിണേഷ്യയിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള നഗരവും അതോടൊപ്പം ഏഷ്യയിലെ ഏറ്റവും കൂടുതൽ ശതകോടീശ്വരന്മാർ താമസിക്കുന്ന നഗരവുമായി മാറിയത് അവിടെ നിന്നുമാണ്. ആ ഒരു മത്സ്യബന്ധന ഗ്രാമത്തിൽ നിന്നുമാണ് മുംബൈ എന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയ വീഡിയോയിൽ കാണാം. അതുവരെയും ടേക്ക് കെയർ, ബൈ.